വിഷു ആഘോഷങ്ങൾക്ക് രാവണൻ എതിരായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇത് എന്തുകൊണ്ടായിരുന്നു എന്ന് പറയാം. ഇതുപോലെ നമുക്കറിയാത്ത അപൂർവമായ പല പ്രത്യേകതകളും വിഷു ആഘോഷത്തിനുണ്ട്. രാവണൻ സൂര്യനോടുള്ള അസൂയ കൊണ്ടാണ് മേടമാസത്തിലെ പുതുവത്സര ആഘോഷങ്ങൾ പോലും ലങ്കയിൽ നിരോധിച്ചിരുന്നത്. രാമൻ രാവണനെ കീഴടക്കിയതിനു ശേഷമാണ് വീണ്ടും സൂര്യൻ തിളങ്ങിയെന്നും വിഷു തിരികെ ആഘോഷിച്ചു തുടങ്ങിയതായിട്ടാണ് പറയപ്പെടുന്നത്. കൂടാതെ വിഷു സമയത്ത് കണിക്കുന്ന പൂക്കുന്നത് കാടിന്റെ കാലദൂതമായിട്ടാണെന്നാണ് പറയപ്പെടുന്നത്. ഈ പൂക്കൾ ശരീരത്തിലെ വിഷവസ്തുക്കൾ നീക്കാൻ സഹായിക്കുന്ന ഔഷധമായും ആയുർവേദം പറയുന്നു. ഉപ്പും പുളിയും എരിവും മധുരവും അടങ്ങിയ വിഷു സദ്യയിലൂടെ ആയുർവേദ പ്രകാരം രുചികളുടെ സീസണൽ എനർജിയുമായി ശരീരത്തിന്റെ ബാലൻസിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. വിഷുക്കണി ഒരു കാഴ്ച മാത്രമല്ല, വെളുപ്പിനെ കാണുന്ന ഒരു സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും മാനിഫെസ്റ്റേഷൻ റിച്വൽ ആയിട്ടാണ് പറയപ്പെടുന്നത്. വിഷു പടക്കത്തിനും പ്രാധാന്യമുണ്ട്. അന്ധകാരവും ദോഷശക്തികളും നശിപ്പിക്കുന്ന പാരമ്പര്യ ചിഹ്നമായിട്ടാണ് ഈ വിഷു പടക്കത്തെ കണക്കാക്കുന്നത്. കണിയിൽ ഉണ്ടാകുന്ന കൃഷ്ണ വിഗ്രഹം ഒരു ആചാരം മാത്രമല്ല, അശുദ്ധിയും അന്ധകാരവും പ്രതിനിധീകരിച്ച താരകാസുരനെ ജയിച്ച ഓർമ്മയിലാണ് ഇത് വെക്കുന്നത്. വിഷു വെറും പുതുവത്സരം മാത്രമല്ല, തിന്മയും അന്ധകാരത്തിനെയും വെളിച്ചത്തിലേക്കുള്ള തിരിച്ചുവരവിന്റെ ഒരു ഉദാഹരണമാണ്. ഗൾഫ് സ്റ്റോറീസിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ.